ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 12 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നാം ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് 13 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് സമയമെടുക്കാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ പ്രസംഗം നമുക്ക് 2 നിലയിൽ കേൾക്കാം എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. അപ്പോൾ ദൈവവചനത്തിന്റെ പ്രസംഗം 2 നിലയിൽ നാം സ്വീകരിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മനുഷ്യന്റെ ഒരു വചനമായിട്ടും അതുപോലെ തന്നെ ദൈവത്തിന്റെ മനുഷ്യനോടുള്ള അരുളപ്പാടായിട്ടും. പ്രത്യേകിച്ച് ദൈവം ദൈവത്തിന്റെ വചനം നാം ചിന്തിച്ചതുപോലെ ദൈവം നേരിട്ട് നമ്മളോട് ഇറങ്ങി വന്ന് സംസാരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മനുഷ്യരിലൂടെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പ്രസംഗിക്കപ്പെടുന്നതായിട്ടുള്ള ദൈവവചനം മനുഷ്യന്റെ വചനമായിട്ടോ ദൈവത്തിന്റെ വചനമായിട്ടോ 2 നിലയിലും കേൾവിക്കാർക്ക് സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചതായിട്ടുള്ള ദൈവവചനം അത് ഒരു മനുഷ്യരിലൂടെയാണ് പ്രസംഗിക്കപ്പെട്ടതെങ്കിലും അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, മറിച്ച് അതായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനമായിട്ട് അവരെ സ്വീകരിച്ചു എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു പ്രശ്നം നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദൈവവചനം എടുത്തുകൊണ്ട് സംസാരിക്കുന്നതായിട്ടുള്ള അനേകം ആളുകളും ആ ദൈവവചനത്തിന്റെ സൂക്ഷ്മതയിൽ നിന്നും ശുദ്ധിയിൽ നിന്നും വിട്ട് മനുഷ്യൻ്റെതായിട്ടുള്ള ധാരാളം കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നതുകൊണ്ട് ഇന്ന് പല ദൈവവചന സന്ദേശങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള സന്ദേശങ്ങളും അത് സാക്ഷാൽ ദൈവവചനമായിട്ട് എടുക്കുവാനായിട്ട് കഴിയുന്നതല്ല. അതൊരു യാഥാർത്ഥ്യവുമാണ്. ഇന്ന് നാം കേൾക്കുന്നതായിട്ടുള്ള എല്ലാ വചന പ്രസംഗങ്ങളെയും ദൈവത്തിൽ നിന്ന് ഉള്ള അരുളപ്പാടായിട്ട് നാം സ്വീകരിക്കുവാൻ ശ്രമിച്ചാൽ, അങ്ങനെ സ്വീകരിക്കുവാനായിട്ട് നാം ശ്രമിച്ചാൽ ഒരിക്കലും അത് ശുഭമാകിയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലയിൽ വ്യാഖ്യാനിക്കുകയും വളരെ തെറ്റായിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ധാരാളം ആളുകൾ ഇന്ന് ക്രിസ്തീയ ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പ്രസംഗവും കേട്ടാൽ അത് ദൈവത്തിന്റെ വചനമാണോ മനുഷ്യന്റെ വചനമാണോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് വളരെ പ്രയാസമുണ്ട്. എന്നാൽ നാം ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ അവന്റെ അഭിഷേകം നമ്മളിൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ച്
ദൈവാത്മാവ് തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. അങ്ങനെയൊരു വലിയ സാധ്യതയും നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാം കേൾക്കുന്നതായിട്ടുള്ള വചനം അത് ദൈവത്തിന്റെ വചനമായിട്ട് കൈക്കൊള്ളുമ്പോൾ നമുക്കറിയാമല്ലോ, ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെട്ട് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചാൽ എത്ര കാര്യഗൗരവത്തോടെയാണ് നാം അതിനെ സമീപിക്കുക. അതേ കാര്യഗൗരവത്തോടെ ദൈവവചന പ്രസംഗങ്ങളെ അത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങളായി നമുക്ക് കാണുവാൻ കഴിയുന്നുവെങ്കിൽ, കേൾക്കുവാൻ കഴിയുന്നുവെങ്കിൽ, നമുക്ക് അതേ കാര്യഗൗരവത്തോടെ ഇരുന്ന് കേൾക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ദൈവവചന പ്രസംഗങ്ങളുടെ മുമ്പാകെ ഇതൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് എത്ര കാലമായി, എത്രയോ കേൾക്കുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, അങ്ങനെയുള്ള മനോഭാവങ്ങളാണ് പൊതുവെ, പ്രത്യേകിച്ച് ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നതായിട്ടുള്ള നമ്മുടെ ഉള്ളിലേക്ക് വരുവാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത്. ഈ തെസ്സലോനിക്ക ലേഖനം തന്നെ 2 വർഷങ്ങൾക്ക് മുമ്പ് നാം പഠിച്ചതാണ്. വീണ്ടും 2 വർഷത്തിനിപ്പുറം നാം അത് വീണ്ടും പഠിക്കുകയാണ്. ഇതൊന്ന് പഠിച്ചതല്ലേ എന്ന് ചോദിച്ചാൽ അതെ. എന്നാൽ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വേദഭാഗത്ത് നിന്ന് പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ എത്രയോ നമ്മളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ, അർത്ഥപൂർണമാക്കുവാൻ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ സാക്ഷാൽ ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് ഒരു സന്ദേശത്തെ കേൾക്കുന്നതും അത് ആരുടെയെങ്കിലും ഒരു പ്രസംഗമായിട്ട് അതിനെ കേൾക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കേൾവിക്കാരുടെ ജീവിതത്തിലാണ് അതിന്റെ വ്യത്യാസം ഉണ്ടാകുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിന്റെ അടുത്ത ഭാഗം, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്ന ദൈവമക്കളിൽ ഈ ദൈവവചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്? വ്യാപരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന്റെ ആ തർജ്ജമ ഒരു പൂർണ്ണമല്ല, പഴയ മലയാള ഭാഷ ശൈലിയാണത്. ഇന്ന് നാം അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള നിലയിലാണ്. ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ വായിച്ചാലും അത് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സാക്ഷാൽ ദൈവവചനമായിട്ട് ഒരു ദൈവവചന പ്രസംഗത്തെ നാം കേൾക്കുന്നുവെങ്കിൽ അത് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മനുഷ്യന്റെ വാക്കുകളായിട്ടാണ് നാം സന്ദേശങ്ങളെ കേൾക്കുന്നതെങ്കിൽ അത് പ്രവർത്തിക്കുകയൊന്നുമില്ല. കാരണം മനുഷ്യന്റെ വാക്കുകൾക്ക് ജീവനില്ല. മനുഷ്യന്റെ വാക്കുകളോടൊത്ത് ആ ശക്തിയും ആത്മാവിന്റെ വ്യാപാരവും ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് കേൾക്കുവാൻ ഒരുപക്ഷെ വളരെ ഇമ്പമായിരിക്കാം. നമുക്കറിയാമല്ലോ, ധാരാളം വചന പ്രസംഗങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ വളരെയേറെ തമാശയും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഇടകലർത്തി അവര് പല കാര്യങ്ങളും പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ആളുകളൊക്കെ, ചില ആളുകളുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങിയാൽ അത് അവസാനിക്കുന്നത് വരെ ഒരു ചിരിയുടെ മാലപ്പടക്കമായിരിക്കും. കേൾക്കാൻ വളരെ രസമാണ്. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് ധാരാളം ആളുകളുണ്ട്. എന്നാൽ കാര്യഗൗരവമായി പ്രസംഗിക്കുന്നതായിട്ടുള്ള പ്രസംഗങ്ങൾക്ക് അധികം ആളുകളെ കിട്ടാനില്ല. ആളുകൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. കേൾക്കുമ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ഒരു എന്റർടൈൻമെന്റിന്റെ കാലഘട്ടത്തിലാണ്. നമ്മെ ചിരിപ്പിക്കുന്നതും നമുക്ക് ഇഷ്ടമുള്ളതുമായ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതായിട്ടുള്ള ഒരു രീതിയാണ് നമുക്കുള്ളത്. ഇന്ന് ടി വിയിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിൽ എല്ലാവരും അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അത് കേൾക്കുകയും രസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അങ്ങനെ രസകരമായി ദൈവവചനത്തിൽ എടുത്തുകൊണ്ട്, ബൈബിൾ എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതായിട്ടുള്ള ആളുകൾ അവരെത്രത്തോളം കേൾവിക്കാരെ ചിരിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും സാധിക്കുന്നുവോ അത്രത്തോളമാണ് അവരുടെ വചനപ്രസംഗത്തിന്റെ കേൾവിക്കാർ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, അതൊന്നും ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. ദൈവവചനത്തിങ്കൽ വിറയ്ക്കുന്ന ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ദൈവവചനം ആളുകളെ എന്റർടൈൻ ചെയ്യുന്നതിനുള്ള
ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ മറ്റ് TV പ്രോഗ്രാം പോലെ സന്തോഷം കൊടുക്കുന്നതായ, മനുഷ്യനെ ഉന്മാദാവസ്ഥയിലാക്കുന്നതായിട്ടുള്ള ഒരു പരിപാടി അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ വചനം നാം കേൾക്കുന്നത് നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഈ കേൾവി കൊണ്ട് യാതൊരു വക പ്രയോജനവും ഇല്ല എന്നുള്ളതും അതിന്റെ മറുവശമാണ്. നാം അനുസരിക്കാതെ നാം ഒരേ വചനം തന്നെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മളുടെ ഹൃദയം കഠിനപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ നാം കേൾക്കുന്നതായിട്ടുള്ള വചനം നമ്മളുടെ ഹൃദയം നല്ലതാണ് എങ്കിൽ, ഗുണമുള്ളതാണ് എങ്കിൽ, അത് ആ വചനം അവിടെ തീർച്ചയായിട്ടും ഒരു വിത്തായിട്ട് മുളച്ച് 100, 60, 30 മേനി വിളവ് തരും. എന്നാൽ നമ്മളുടെ ഹൃദയം ഇങ്ങനെ കഠിനപ്പെട്ടൊരു പാറ പോലെയാണെങ്കിൽ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഉത്സാഹമൊക്കെ വരും. ആ വിത്ത് മുളച്ച് ഒരുപക്ഷെ മുളയ്ക്കും, പക്ഷെ അത് വളരുവാനായിട്ട് മണ്ണില്ലാത്തതുകൊണ്ട് അതങ്ങ് വാടിപ്പോകും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ മറ്റ് ചിന്തകളൊക്കെയാണുള്ളത്, ലോകത്തിന്റെ മോഹങ്ങളും ഒക്കെയാണുള്ളതെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്കറിയാമല്ലോ. അവിടെ ആ വചനത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. വചനം പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ലോകത്തിന്റെ മോഹങ്ങളോ ചിന്തകളോ സംസാരഭോഗങ്ങളോ, വിധക്കാരന്റെ ഉപമയിൽ നിന്നുള്ള വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കഷ്ടങ്ങളോ, ഇതൊന്നും നമ്മെ തളർത്താത്ത, ജീവിതത്തിലെ ഒരു പ്രതിസന്ധികളും നമ്മളെ തളർത്താതെയും ലോകത്തിലുള്ള ഒരു കാര്യങ്ങളും ഒരാളുകളും നമ്മളെ തളർത്താതെയും ദൈവത്തിൽ ഏകാഗ്രമായിരിക്കുന്ന ഒരു ഹൃദയത്തോടെ വസിക്കുന്നതായിട്ടുള്ള ആളുകളിൽ വീഴുന്നത് മാത്രമേ അത് ഫലം കൊയ്യുകയുള്ളൂ. ചില വിത്തുകൾ എന്ന് പറയുന്നത് അത് വഴിയരികെ വീണതുപോലെയാണ്. അത് കേട്ടു, അടുത്ത നിമിഷം പ്രസംഗം കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ മറന്നുപോയി, അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ അവസാനമാകുമ്പോഴേക്കും ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ പോലും അവിടെ ഇല്ലാതെയായി, അത് ദുഷ്ടൻ എടുത്തു കളയുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനത്തിന്റെ സന്ദേശത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ ഇത് സുജോ സെബാസ്റ്റ്യൻ സംസാരിക്കുന്നുവെന്നോ ബാബു അല്ലെങ്കിൽ സാബു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും സംസാരിക്കുന്നു എന്നുള്ള നിലയിലല്ല നാം ദൈവവചനത്തിന്റെ മുമ്പാകെ ഇരിക്കേണ്ടത്. ദൈവത്തിന്റെ വചനമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അങ്ങനെ വ്യക്തികൾ സംസാരിക്കുന്നു എന്നുള്ള നിലയിൽ അതിന്റെ മുമ്പാകെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. മറിച്ച് ദൈവത്തിന്റെ അരുളപ്പാടാണ് ദൈവം ഇന്ന സഹോദരനിലൂടെ നമുക്ക് നൽകുന്നത് എന്നുള്ളതായ മനോഭാവത്തോടെ ഇരുന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. പലപ്പോഴും ആളുകൾക്ക് പ്രസംഗകരോടുള്ള മനോഭാവം, ചില പ്രസംഗകരെയൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്, എന്നാൽ മറ്റു ചിലരെ ഇഷ്ടമല്ല. ഇഷ്ടമാകുന്നതും ഇഷ്ടമല്ലാത്തതിനും പ്രത്യേകിച്ച് കാരണങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി തമാശകളൊക്കെ പറയുന്നവരുടെ പ്രസംഗങ്ങൾ ആളുകൾക്ക് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ നല്ല പ്രസംഗ പാഠവുമുള്ളവരുടേതായ പ്രസംഗങ്ങൾ ആളുകൾക്ക് ഇഷ്ടമാണ്. ആളുകളെ പിടിച്ചിരുത്തുന്നതായിട്ടുള്ള ശൈലികളും വാഗ്ധോരണികളും ഒക്കെ ഉപയോഗിച്ച് പ്രസംഗിക്കുന്നവരുടെ പ്രസംഗം ഇഷ്ടമാണ്. എന്നാൽ അങ്ങനെ പ്രാസംഗികരോടുള്ള ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ വചനത്തെ സ്വീകരിക്കുക എന്നുള്ളതല്ല ഒരു ദൈവ പുരുഷന്റെ, ദൈവ പൈതലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദൈവവചനത്തിന്റെ ഒരു സത്യം ഏതൊരു സഹോദരനോ സഹോദരിയോ പറഞ്ഞാലും, ഏതൊരു കുഞ്ഞ് പറഞ്ഞാലും അത് ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് സ്വീകരിക്കുവാൻ കഴിയുന്നിടത്താണ് അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അതല്ല എങ്കിൽ അത് നമ്മളുടെ കുറച്ച് സമയം കളയും, നമ്മളെ കുറച്ചു നേരം ആനന്ദിപ്പിക്കും എന്നുള്ളതിൽ കവിഞ്ഞ് അതിന് യാതൊരു വക പ്രയോജനവും ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് ഗൗരവത്തോടു കൂടി ഇരിക്കാം. ദൈവവചനം പ്രസംഗിക്കുന്നതായ അനേക പ്രസംഗങ്ങൾ നമുക്ക് പഴയ നിയമ പുസ്തകങ്ങളിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഒന്നും ഒരു പ്രസംഗത്തിലും അതിനോട് ചേർന്ന് കഥകളും കവിതകളും തമാശകളും അല്ല എങ്കിൽ അങ്ങനെയുള്ളതായിട്ടുള്ള യാതൊരു പ്രയോഗങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എല്ലാ ദൈവവചനത്തിലെ പ്രസംഗങ്ങളും ഏറ്റവും കാര്യഗൗരവത്തോടെ ഭയത്തോടെ ആണ് പ്രസംഗിക്കുന്നവരും പ്രസംഗിച്ചിട്ടുള്ളത്, കേൾവിക്കാരും അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ പ്രാസംഗികരും അതുപോലെ തന്നെ കേൾവിക്കാരും നോക്കേണ്ടത്
അത് സാക്ഷാൽ ദൈവവചനമാണോ അതെയോ മനുഷ്യന്റെ വചനങ്ങളാണോ എന്നുള്ളത് മാത്രമാണ്. 14-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ, യഹൂദിയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. ഇവിടെയും നാം കാണുന്നത് യഹൂദിയൽ എന്ന് വെച്ചാൽ ഇസ്രായേലിൽ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ ദൈവവചനം കേട്ടു വിശ്വസിച്ചു. അവർക്ക് യഹൂദന്മാരുടെ ഇടയിൽ നിന്നും വലിയ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പീഡനങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ നിങ്ങളും, അതായത് ജാതികളായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നുള്ളതായ ആളുകൾക്കും സ്വജാതിക്കാരാൽ, അവരുടെ ജാതിക്കാരാൽ അവർക്കും ഇതേ കഷ്ടം തന്നെ അനുഭവിച്ചു. അങ്ങനെ യഹൂദിയിലുള്ളവർ അനുഭവിച്ചതുപോലെ തന്നെ നിങ്ങളും അനുഭവിച്ചു, അവരുടെ പോലെ തന്നെ. അതുകൊണ്ടാണ് ഇവിടെ അനുകാരികളായി തീർന്നു എന്ന് പറയുന്നത്. എന്തെല്ലാം സ്വജാതിക്കാരാൽ യഹൂദൻ മതത്തിൽ നിന്ന് വന്ന വിശ്വാസികൾ അനുഭവിച്ചുവോ അതേ കാര്യം തന്നെ ജാതിയിൽ നിന്ന് വന്ന ആളുകളും അനുഭവിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം അനുസരിക്കുവാൻ താല്പര്യപ്പെട്ടാൽ നമ്മുടെ പശ്ചാത്തലത്തിലുള്ളതായിട്ടുള്ള ആളുകൾ ഏത് വിഭാഗത്തിൽ നിന്നാണോ നാം മാറിയത്, ആ വിഭാഗത്തിലുള്ള ആളുകൾ നമ്മെ ആ സുവിശേഷത്തെ പ്രതി വെറുക്കുക, നിന്ദിക്കുക, പരിഹസിക്കുക, ദേഹോപദ്രവം ചെയ്യുക, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്കറിയാം. സുവിശേഷത്തിനെതിരെ, സുവിശേഷ പ്രസംഗത്തിനും സുവിശേഷത്തിനും എതിരെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ശക്തി എപ്പോഴും അതിനോട് ചേർന്ന് തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. കർത്താവ് തന്നെ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് പറയുന്നത് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നാണ്. എന്നാൽ പാതാള ഗോപുരങ്ങളുടെ പ്രവർത്തനം, ജയിക്കുവാനായിട്ടുള്ള പ്രവർത്തനം, അല്ലെങ്കിൽ സുവിശേഷത്തെ തകർക്കുവാനായിട്ടുള്ള പ്രവർത്തനം അതിനോട് ചേർന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അത് ജയിക്കുകയില്ല എന്ന് പറയുന്നത്. കർത്താവിന്റെ സഭയുടെ പരിപാടി അങ്ങനെയുണ്ട്. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് സമൂഹം നമ്മെ പുകഴ്ത്തുന്നതോ സമൂഹത്തിന്റെ അംഗീകാരം നമുക്ക് ലഭിക്കുന്നതോ ഒന്നുമല്ല. അത് നമുക്ക് കഷ്ടങ്ങൾ വിളിച്ചു വരുത്തുന്നതായിട്ടുള്ള കാര്യം മാത്രമാണ്. നാം സുവിശേഷത്തിൽ വിശ്വസിച്ചു, ദൈവമക്കളായി തീർന്നു, നമ്മളുടെ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ നാം മാറി പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു എന്ന് വന്നാൽ ആരും നമ്മെ സ്വീകരിച്ച് ആനയിച്ച് അവാർഡ് തന്ന് മാലയിട്ട് നമ്മെ ആദരിക്കുന്നതായിട്ടുള്ള യാതൊരു പരിപാടിയുമില്ല. നമുക്കറിയാം, ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു ഓട്ടത്തിലോ സ്പോർട്സിലോ ആർട്സിലോ ഒക്കെ ഒന്നാമതോ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ എത്തിയാൽ അവരെ ആദരിക്കുന്നതായ, അംഗീകരിക്കുന്നതായിട്ടുള്ള പരിപാടികളുണ്ട്. എന്നാൽ ക്രിസ്തു വിശ്വാസത്തിലേക്ക് പോയാൽ അവരൊരു നല്ല വഴിക്ക് തിരിഞ്ഞുവല്ലോ, അവരുടെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റി അവരിപ്പോൾ വളരെ ശാന്തരായി മനുഷ്യർക്ക് പ്രയോജനമുള്ളവരായി അവർ ജീവിക്കുന്നുവല്ലോ, അവരെ ഒന്ന് ആദരിച്ചേക്കാം എന്നതായിട്ടുള്ള ഒരു പരിപാടിയും സ്വന്തക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അയൽവാസികളിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ അല്ല, ഗവൺമെന്റ് തലത്തിൽ നിന്നും ഒന്നും ഉണ്ടാകുകയില്ല. എല്ലായിടത്തും നമുക്ക് ഒരു നിലയിൽ അല്ലെങ്കിൽ പല നിലയിൽ കഷ്ടങ്ങളും നിന്ദകളുമാണ് ഉണ്ടാകുന്നത്. അല്ല, അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാകുന്നില്ല. നാം സുവിശേഷത്തെ പ്രതി അല്ലെങ്കിൽ നാം ഒരു വിശ്വാസമൊക്കെ സ്വീകരിച്ച് നാം ഒരു ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിലാണ് നടക്കുന്നതെന്ന് എങ്കിലും നമുക്ക് അങ്ങനെയുള്ള യാതൊരു വക കഷ്ടങ്ങളോ നിന്ദകളോ അല്ലെങ്കിൽ പരിഹാസങ്ങളോ ഒറ്റപ്പെടുത്തലുകളോ ഒന്നും ഇല്ല എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം നാം ജീവിക്കേണ്ടതുപോലെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം, നാം പുലർത്തേണ്ടതുപോലെയുള്ള ഒരു ജീവിത സാക്ഷ്യം, നാം സംസാരിക്കേണ്ടതുപോലെയുള്ള ഒരു ദൈവമക്കളുടെ സംസാരം നമ്മളുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഒളിച്ചു കളിക്കുന്നവരോ നമ്മളെ വിശ്വാസത്തെ പ്രഖ്യാപിക്കാത്തവരോ അങ്ങനെയൊക്കെയുള്ള ആളുകളായി നാം തീരുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള കഷ്ടങ്ങളിൽ നിന്നൊക്കെ ഒഴിവ് കിട്ടുന്നത്. ആരും അറിയില്ല. പ്രത്യേകിച്ച് സ്വന്തം സ്ഥലത്ത് നിന്നൊക്കെ മാറി താമസിക്കുന്നതായിട്ടുള്ള ആളുകൾ പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവര് കോളേജിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ കോളേജിൽ അവരവരുടെ വിശ്വാസിയാണ് എന്നുള്ളതായ ആ ഐഡന്റിറ്റി അത് അവര് ആരോടും പറയുകയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പല നിയന്ത്രണങ്ങൾ വരും. ചീത്ത വാക്കുകൾ പറയുക, ചീത്ത കൂട്ടുകെട്ടുകൾ, പുകവലി, മദ്യപാനം, മയക്കുമരുന്ന്, അതുപോലെയുള്ളതായിട്ടുള്ള നാനാവിധമായിട്ടുള്ള വൈകൃതങ്ങളും ദുശീലങ്ങളും ഒക്കെ ഇന്ന് ക്യാമ്പസുകളിൽ വളരെയേറെ ഉണ്ട്. അപ്പോൾ വിശ്വാസിയാണ് എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ
പിന്നെ നീ ഒരു വിശ്വാസിയായിട്ട് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള ചോദ്യം വരുമല്ലോ. എന്നാൽ പിന്നെ മിണ്ടാതെ ഇരുന്നാൽ ആരും അറിയുകയില്ല, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ, ധാരാളം കുട്ടികൾ ഉണ്ട്. എൻ്റെ ഇളയ മോൻ പഠിച്ചതായിട്ടുള്ള കോളേജിൽ ധാരാളം പെന്തക്കോസ്ത് ബ്രദറൻ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ വിശ്വാസിയാണ് എന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തുകയും സഭായോഗത്തിന് ഞായറാഴ്ച പോവുകയും ചെയ്യുന്ന 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 25-ലധികം ആളുകൾ വിശ്വാസികളായിട്ട് ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി. അതെന്തുകൊണ്ടാണ് അവരുടെ ഐഡന്റിറ്റി അവർ മറച്ചു വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാനൊരു വിശ്വാസിയാണ് എന്നുള്ളതായ കാര്യം വെളിപ്പെടുത്തിയാൽ പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുക്കൽ നിന്നുള്ളതായ പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാകും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനായിട്ട് ഇതൊക്കെ ഒളിച്ചു വെക്കുന്നതായുള്ള ഒരു പ്രവണത വളരെ ധാരാളമായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, നാം ഒരു വിശ്വാസിയുടെ ജീവിതം യഥാർത്ഥത്തിൽ നയിക്കുമ്പോൾ നമ്മെ അംഗീകരിക്കുന്നവരാരും തന്നെ ഉണ്ട് എന്ന് വിചാരിക്കുന്നില്ല. നമ്മെ ഒരു പക്ഷേ ശല്യം ചെയ്യാതെയൊക്കെ ഒരു ഡെമോക്രാറ്റിക്, ഒരു സെക്യുലർ രാജ്യമായിരിക്കുന്ന, മതേതര രാജ്യമായിരിക്കുന്ന ഇന്ത്യയിൽ നമ്മെ ശല്യപ്പെടുത്താതെയൊക്കെ പോകുമായിരിക്കും. എന്നാൽ ആ കാലഘട്ടവും കഴിഞ്ഞു എന്ന് നമുക്ക് വിചാരിക്കേണ്ടിയിരിക്കുന്നു. 15-ാമത്തെ വാക്യത്തിൽ, യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. ഇത് യഹൂദന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ച്. കർത്താവ് ആദ്യം വന്നത് യഹൂദന്മാരുടെ ഇടയിലേക്കാണ്. സുവിശേഷം അവരുടെ അടുക്കലാണ് പ്രസംഗിച്ചത്. കർത്താവിന്റെ ഉയർപ്പിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷവുമായി പോകുവാനായിട്ടുള്ള നിയോഗം ലഭിച്ചത് എന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. എന്നാൽ എന്താണ് യഹൂദർ എന്ന് പറയുമ്പോൾ അവര് ആരാണ്? ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് അഭിമാനിക്കുന്നവർ, പിതാക്കന്മാരെ കുറിച്ച് അഭിമാനമുള്ളവർ, ന്യായപ്രമാണ പുസ്തകം കയ്യിലുള്ളവർ, ഇങ്ങനെയുള്ള എല്ലാ നിലയിലും ദൈവിക അരുളപ്പാട് ലഭിച്ചതായിട്ടുള്ള ആളുകളാണ് എന്ന് അഭിമാനിക്കുന്നതായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. യഹൂദർ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകൾ അത് അവരുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള മിശിഹ വന്നപ്പോൾ ആ മിശിഹയെ കുറിച്ച് പറയുന്ന കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും, നമുക്കറിയാം അനേക പ്രവാചകന്മാരെ അവരെ കൊല്ലുകയോ അതല്ല എങ്കിൽ വളരെയേറെ പീഡിപ്പിക്കുകയോ ചെയ്തതായിട്ട് നമുക്കറിയാം. അപ്പോൾ യഹൂദർ എന്ന് അവകാശപ്പെടുമ്പോൾ പോലും, ദൈവത്തിന്റെ മക്കൾ എന്ന് അവകാശപ്പെടുമ്പോൾ പോലും അവര് ദൈവിക നിയോഗം പ്രാപിക്കാതെ ദൈവവചന സത്യങ്ങളെ പ്രസംഗിച്ചവരെ സാക്ഷാൽ മിശിഹായെ തന്നെ അവര് കൊന്നുകളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് മാത്രവുമല്ല, ആ സുവിശേഷവുമായിട്ട് ചെന്നതായിട്ടുള്ള ആളുകളെ അവർ ഓടിച്ചു കളഞ്ഞു. അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. സകല മനുഷ്യർക്കും വിരോധികൾ, ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏതെല്ലാം നിലയിലാണ് ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്നതായിട്ടുള്ള ആളുകൾ ദൈവിക പ്രവർത്തനത്തിനും ദൈവത്തിനും എതിരെ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇത് ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലും ഇന്ന് ലോകത്ത് ധാരാളമാണ്. അവരെ ക്രിസ്ത്യാനികളെന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്രിസ്തു നാമധാരികളായി ഈ ലോകത്തിലെ എല്ലാ സഭകളിലും ഉള്ളതായിട്ടുള്ള ആളുകൾ ആ ഗണത്തിൽ വരും എന്നുള്ളത് നാം ഓർക്കണം. അതിനകത്ത് പെന്തക്കോസ്തുകാർ വരും, ബ്രദറുകാർ വരും, റോമൻ കാത്തലിക്കുകൾ വരും, ഓർത്തഡോക്സ് വരും, അങ്ങനെയുള്ള എല്ലാ ജാതിക്കാരും അതിൽ വരും. ക്രിസ്തു നാമധാരികൾ, ക്രിസ്തീയ നാമധാരികളായിരിക്കുന്ന എല്ലാവരും അതിനകത്ത് വരും. ദൈവത്തിന്റെ ആളുകളാണ്, ദൈവത്തിന്റെ മക്കളാണ്, ദൈവം ഞങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങൾക്കാണ് വെളിപ്പാടുകളൊക്കെ കിട്ടുന്നതെന്നൊക്കെ അവകാശപ്പെട്ടാൽ തന്നെയും നാം ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും മനുഷ്യർക്ക് വിരോധികളും അതുപോലെ തന്നെ പ്രസംഗിക്കുന്നത് വിലക്കുകയും അവരോട്, ജാതികളോട് പ്രസംഗിക്കുന്നത് വിലക്കുകയും ചെയ്യുന്നവരാകുന്നു എങ്കിൽ അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. നമുക്കറിയാം
ഇന്ന് ഈ പൗരോഹിത്യ സഭകൾ അവര് തികച്ചും മറ്റ് ഇവാഞ്ചലിക്കൽ സഭകളിൽ നിന്നുള്ളവരെ വീട്ടിൽ കയറ്റരുത്, അവര് പറയുന്നതൊന്നും കേൾക്കരുത്, അവരെ വീട്ടിൽ ചൂല് വെച്ച് അടിച്ചോടിക്കണം എന്നുള്ളതായ നിർദ്ദേശങ്ങളൊക്കെ അവരുടെ സഭകളിൽ കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ നേരിട്ട് എതിർക്കുവാൻ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ ഉണ്ട്. എന്നാൽ നാം തന്നെ സുവിശേഷത്തിന് വിരോധികളായി തീരുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. എങ്ങനെയാണ് നാം സുവിശേഷത്തിന് വിരോധികളായി തീരുന്നത്? മറ്റുള്ളവർ സുവിശേഷം കേൾക്കുന്നതിന് തടസ്സമായിട്ട് നമുക്ക് എങ്ങനെ തീരുവാൻ കഴിയും? നമ്മളുടെ ജീവിതത്തെ നാം സുവിശേഷവുമായിട്ട് അല്ലെങ്കിൽ ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കുകയും ദൈവമക്കളാണെന്ന് അഭിമാനിക്കുകയും അങ്ങനെയുള്ള കൂടിവരവുകളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളുടെ ജീവിതം ആ സുവിശേഷത്തിന് നിരക്കുന്നതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ സുവിശേഷത്തിൽ നിന്ന് അകറ്റുന്നവരാണ് നമ്മൾ. അതൊരു ആത്മീക ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഇന്ന് ആളുകൾക്ക് സുവിശേഷത്തോട് താല്പര്യമില്ലാത്തത് ഈ സുവിശേഷവുമായി നടക്കുന്നതായിട്ടുള്ള ആളുകളെ കുറിച്ച് അവരറിയുന്നതായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. വളരെ ദയനീയമായ ജീവിതമാണ് ഇന്ന് അനേകരും ഈ പുസ്തകം പിടിച്ചുകൊണ്ട് അതിനെ ഒരു വ്യാപാരമോ വ്യവസായമോ അല്ലെങ്കിൽ ജീവിതമാർഗമോ ആക്കി ഒരു കപടതയിൽ ജീവിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അതൊക്കെയും ഇന്ന് പണ്ടൊക്കെ അത് രഹസ്യമായിരുന്നു. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അത് ആ പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കൽപ്പനയിലോ കൂമ്പാറയിലോ കൂടരഞ്ഞിയിലോ നടക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലോകത്തിൽ മുഴുവൻ അത് അടുത്ത നിമിഷം പ്രസിദ്ധമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നല്ല കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്തു വരികയില്ല. എന്നാൽ മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനെല്ലാം വളരെ ഏറെ പ്രാധാന്യവും അതുപോലെ തന്നെ അതിന് പ്രശസ്തിയും അല്ലെങ്കിൽ കീർത്തിയും ലഭിക്കും. അങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പടർന്നതിന്റെ ഫലമായി ഇന്നൊരു ഭവനത്തിൽ സുവിശേഷവുമായി ചെല്ലാൻ പോലും പറ്റാത്തതായ നിലയിൽ സുവിശേഷത്തോട് വാതിലുകൾ അടച്ച കുടുംബങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ദേശത്തുള്ളത്. അത് മറ്റുള്ളവർ സുവിശേഷം കേൾക്കുന്നതിന് നാം തടസ്സമായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതിന് നാം മനഃപൂർവമായിട്ടല്ലെങ്കിലും നാം അതിനെ വിലക്ക് കൽപ്പിക്കുന്നതായിട്ട്, പരോക്ഷമായിട്ട് നാം അതിനെ വിലക്കുന്നവരായിട്ടാണ് തീർന്നിരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ സുവിശേഷത്തിന് യാതൊരു വക വിഘ്നവും വരാതിരിക്കേണ്ടതിന് ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ അറിയുന്നതായിട്ടുള്ള ആളുകളുടെ ഇടയിലെങ്കിലും നാം വളരെ യോഗ്യമായ സുവിശേഷത്തിന് അനുയോജ്യമായ ഒരു ജീവിതം ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ അറിയുന്ന ആളുകൾക്കെങ്കിലും സുവിശേഷത്തിൽ ഒരു ശക്തിയുണ്ട്, സുവിശേഷത്തിന് ഒരു ആത്മാവുണ്ട്, സുവിശേഷത്തിന് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും, ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ഇന്ന് ക്രിസ്തീയ ലോകത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ മക്കൾ എന്ന് അഭിമാനിക്കുന്നതായിട്ടുള്ള ഇവാഞ്ചലിക്കൽ വിഭാഗത്തിൽപ്പെടുന്നതായിട്ടുള്ള സഭകളിൽ പോലും അങ്ങനെയുള്ളതായ യാതൊരു പ്രമാണങ്ങളുമില്ല. എല്ലായിടത്തും അടികൂടുന്നത് പോലെ അവർ അടികൂടുന്നു, വഴക്കടിക്കുന്നത് പോലെ വഴക്കടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ദുഷിക്കുന്നത് പോലെ ദുഷിക്കുന്നു. സ്നേഹമില്ല, ബഹുമാനമില്ല, ക്ഷമിക്കുന്നതായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഒന്നുമില്ല. ലോകത്തിലെ ഏതൊരു ജാതിയിലും മതത്തിലും പെട്ടതായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നുവോ അതേ ജീവിത നിലവാരത്തിലും കാഴ്ചപ്പാടുകളിലുമാണ്, അതേ ലക്ഷ്യങ്ങളിലുമാണ് ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്നവരായിട്ടുള്ള ആളുകളും ജീവിക്കുന്നത്. കുറെ ആളുകൾ എല്ലാ കാലത്തും അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്, ഭൗതികമായിട്ട് നിലയിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം സഭകളിലുള്ള ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നുള്ളതിനപ്പുറം മനുഷ്യർക്ക് ഉപകാരികളായും സമൂഹത്തിന് നന്മയായും ജീവിതത്തിൽ രൂപാന്തരമുള്ളവരായും മനുഷ്യരെ സ്നേഹിക്കുന്നവരായും തീരുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരമായി വരട്ടെ. ദൈവവചനത്തിന്റെ കേൾവി കേൾക്കുന്ന ആളുടെ എന്തെങ്കിലും പ്രാപ്തി വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ വെച്ചിട്ടോ അല്ല അവർ സംസാരിക്കുന്നത്, സാക്ഷാൽ ദൈവവചനമാണോ എന്നുള്ളത് ദൈവാത്മാവിന്റെ കൃപയാൽ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് അത് നാം കൈക്കൊള്ളണം. അല്ലെ, ദൈവവചനമായിട്ട് തന്നെ കൈക്കൊള്ളുക. കേൾക്കുക എന്നല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കൈക്കൊള്ളുക എന്നുള്ളതാണ്. കേൾക്കുന്നതും കേവലം കേൾക്കുന്നതും കൈക്കൊള്ളുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്.
കേൾക്കുമ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ഓർമ്മയിലും അത് ഇരിക്കാം. എന്നാൽ കൈക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി, നമ്മുടെ ആത്മാവിന്റെ ഭാഗമായി അത് തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ദൈവവചനത്തെ കേൾക്കുക മാത്രമല്ല കൈക്കൊണ്ടു. നാമും ദൈവവചനം കേൾക്കുന്നവർ മാത്രമായിട്ടല്ല, അതിനെ കൈക്കൊള്ളുന്നവരായിട്ട് നമുക്കിരിക്കാം. അതുപോലെ അത് നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ദൈവവചനം നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുന്നത്. ആ രൂപാന്തരം വരുന്നതിലൂടെയാണ് ദൈവത്തോടും ദൈവജനത്തോടുമുള്ളതായ നമ്മളുടെ സമീപനങ്ങളിലും നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളോടുമൊക്കെ നമുക്ക് വ്യത്യസ്തമായുള്ള നിലയിൽ സമീപിക്കുവാനായിട്ട് കഴിയുന്നത്. രൂപാന്തരം വരുത്തുന്നില്ല എങ്കിൽ നാം എങ്ങനെ തുടങ്ങിയോ അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലിരിക്കും. നാം നമുക്ക് തന്നെയോ മറ്റുള്ളവർക്കോ ദൈവനാമത്തിന് ഒന്നും ഒരു പ്രയോജനമില്ലാത്തവരായി തീരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ രണ്ടാമത് നാം ചിന്തിച്ചത്, സുവിശേഷം അത് മറ്റുള്ളവരുടെ എതിർപ്പുകൾ വിളിച്ചു വരുത്തുന്നതാണ്. അത് ഏത് വിഭാഗത്തിലുള്ള ആളുകൾക്കാണെങ്കിലും, യഹൂദന്മാർക്കാണെങ്കിലും ജാതികൾക്കാണെങ്കിലും, നാം എല്ലാം ജാതീയ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണല്ലോ. എല്ലാവരും സുവിശേഷത്തോട് എതിർപ്പാണ്. അത് സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതിനെ അനുകൂലിക്കുകയും പുകഴ്ത്തുകയും ആദരിക്കുകയും ചെയ്യുന്നതായിട്ടൊരു പരിപാടി ലോകത്തില്ല. ആരെങ്കിലും അങ്ങനെ ആദരിക്കുന്നു എന്ന് വന്നാൽ അത് യഥാർത്ഥത്തിൽ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. ക്രിസ്തീയത ലോകത്ത് വളരെയേറെ വർദ്ധിച്ചു വന്നിരുന്നതായിട്ടൊരു കാലഘട്ടത്തിൽ റോമ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്നതായിട്ടുള്ള റോമൻ ചക്രവർത്തി ക്രിസ്തീയ സഭയെ റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗികമായ സഭയായിട്ട് പ്രഖ്യാപിച്ചു, മതമായിട്ട് പ്രഖ്യാപിച്ചു. അന്നാണ് ക്രിസ്തീയ സഭ ലോകത്ത് അതിന്റെ പൂർണ്ണ അധപതനത്തിലേക്ക് കുതിക്കുവാനിടയായത്. അപ്പോൾ ക്രിസ്തീയ മാർഗത്തെ ആശ്ലേഷിക്കുന്നു, അതിനെ സ്വീകരിക്കുന്നു എന്ന് വന്നാൽ അത് നന്മയിലേക്കല്ല തിന്മയിലേക്കാണ്. കാരണം ഈ സുവിശേഷം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനിലേക്ക് ചെല്ലേണ്ടത് മാനസാന്തരത്തിലൂടെയാണ്. മാനസാന്തരപ്പെടാത്തതായിട്ടുള്ള ഒരു വ്യക്തി ഈ സുവിശേഷം സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് അത് ആ സുവിശേഷം അവരുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുകയില്ല, ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് കഷ്ടതയും നിന്ദയും പരിഹാസവും വേദനകളും ഒക്കെ സുവിശേഷത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനുവേണ്ടി കഷ്ടം അനുഭവിപ്പാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നും, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും കഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും ഉപദ്രവിക്കപ്പെടുമെന്നും ഒക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ സുവിശേഷത്തിന് നാം ഒരിക്കലും ഒരു തടസ്സമായി തീരാൻ പാടില്ല. നമ്മളുടെ വാക്കുകളിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ നമ്മളുടെ ജീവിത കാഴ്ചപ്പാടുകളിലൂടെയോ മനോഭാവങ്ങളിലൂടെയോ സുവിശേഷത്തിനൊരിക്കലും ഒരു മങ്ങലോ മറ്റുള്ളവർ അത് കേട്ട് സ്വീകരിക്കുന്നതിന് ഒരു തടസ്സമായിട്ടോ നമ്മൾ താമസിക്കുന്നതായിട്ടുള്ള പ്രദേശത്ത് വരുവാനായിട്ട് പാടില്ല. സർവശക്തനായ ദൈവം ഈ നിലകളിലെല്ലാം നമ്മെ സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.